This call is now being recorded. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൻ്റെ വേറൊരു പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്. വേറെ പ്രോബ്ലത്തിൻ്റെ പ്രത്യേകിച്ച് നമ്മൾ ടേബിൾ മാത്രമല്ല നമ്മളെ കയ്യിലുള്ള ചാർട്ടും കൂടി യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളിത് വർക്ക് ചെയ്യിക്കുക. ഓക്കെ, ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. സെക്കൻഡ്, നിങ്ങൾക്ക് സ്ക്രീനിലൊരു പ്രോബ്ലം കാണാം. A 5-ton Freon refrigeration plant has saturation suction temperature of -5 degrees Celsius. The condensation takes place അങ്ങനൊരു ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മളെ ക്വസ്റ്റ്യനിൽ റെഫ്രിജറൻറ്റിൻ്റെ പേര് ഫ്രിയോൺ 12 എന്നായതുകൊണ്ട് നിങ്ങൾ ഫ്രിയോൺ 12 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ ഡാറ്റാ ബുക്കിൽ സെർച്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഫ്രിയോൺ 12 എന്ന് പറഞ്ഞ റെഫ്രിജറൻറ്റിന് അവിടെ കാണാൻ പറ്റില്ല. പകരം നമുക്ക് അവിടെ റെഫ്രിജറേഷൻ ടേബിൾ ഉണ്ടാവുക R12 എന്നായിരിക്കും. അതായത് റെഫ്രിജറൻറ്റ് 12, ഈ 12 തന്നെയാണ് ഈ R12 റെഫ്രിജറൻറ്റ് 12 എന്നുള്ള ടേമിൽ വരിക. ഓക്കെ, അപ്പോൾ R12ൻ്റെ ടേബിളും R12ൻ്റെ ഗ്രാഫും വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ പ്രോബ്ലം കൊണ്ടുപോകുക. അതുപോലെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ടണ്ണ് റെഫ്രിജറേഷൻ പ്ലാനാണ് എന്ന് വെച്ചാൽ Q അബ്സോർബ്ഡ് ഇവിടെ തന്നിട്ടുണ്ട്. Q അബ്സോർബ്ഡ് ആണ് നമുക്ക് 5 ടണ്ണാന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ളത്. അത് 5 ടണ്ണിന് നമുക്ക് കിലോ വാട്ടിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്താൽ 3.5 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രിയോൺ 12ൻ്റെ 5 ടൺ കപ്പാസിറ്റി ഉള്ള ഒരു ഫ്രിയോൺ 12 റെഫ്രിജറേഷൻ പ്ലാനിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഹാസ് സാച്ചുറേഷൻ സക്ഷൻ ടെമ്പറേച്ചർ ഓഫ് -5 ഡിഗ്രി സെൽഷ്യസ്. സക്ഷൻ്റെ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് -5 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതേപോലെ തന്നെ ദ കണ്ടൻസേഷൻ ടേക്സ് പ്ലേസ് അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് പ്രഷർ തന്നിട്ടില്ല, അത് കംപ്രസർ എത്രത്തോളം പ്രഷറിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് തന്നിട്ടില്ല. നമുക്ക് പകരം 2 ടെമ്പറേച്ചറാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ തന്നാലും നമുക്ക് ടേബിളിൻ്റെ അകത്ത് നിങ്ങൾക്ക് ടെമ്പറേച്ചറിൻ്റെ കോളം ഉണ്ടാവും, അത് നോക്കിയിട്ട് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നെക്സ്റ്റ് പറയുന്നത് വെച്ചാൽ ദർ ഈസ് നോ അണ്ടർ കൂളിംഗ് ഓഫ് റെഫ്രിജറൻറ്റ്. അതായത് കണ്ടൻസേഷൻ വഴി കിട്ടിയ റെഫ്രിജറൻറ്റിനെ പിന്നെയും തണുപ്പിക്കുന്നൊന്നുമില്ല വേറെ ഒരു മെത്തേഡിൽ. അണ്ടർ കൂളിംഗ് ഇല്ല എന്നർത്ഥം. അപ്പോൾ അസ്യൂം ഐസെൻട്രോപിക് കംപ്രഷൻ ഫൈൻഡ് COP മാസ് ഫ്ലോ റേറ്റ് പവർ റിക്വയർഡ് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്മളെ റെഫ്രിജറൻറ്റ് കംപ്രഷൻ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഡ്രൈ ആണോ വെറ്റാണോ സൂപ്പർ ഹീറ്റഡ് ആണോ ഒന്നും തന്നിട്ടൊന്നുമില്ല. കാരണം നമുക്ക് സാച്ചുറേഷൻ സക്ഷൻ ടെമ്പറേച്ചർ -5 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് സാച്ചുറേഷൻ കർവ് തന്നെയാണ് ഉണ്ടാവുക 1 എന്ന് പറഞ്ഞ പോയിന്റ്. നമുക്ക് pH ചാർട്ട് വരച്ചിട്ട് 1 എന്ന് പറഞ്ഞ പോയിന്റിന് ആദ്യം മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെയാണ് 1 എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഐഡിയൽ കേസിൽ 1 എന്ന് പറഞ്ഞ പോയിന്റ് എടുത്തു. 1 നിന്ന് 2ലേക്ക് നമുക്കറിയാം ഐസെൻട്രോപിക് കംപ്രഷനാണ്, അപ്പോൾ ഇങ്ങോട്ടേക്കാണ് വരിക. അപ്പോൾ 1 നിന്ന് 2ലുള്ള പോയിന്റിലേക്ക് വന്നു. 2 നിന്ന് 3ലേക്ക് വരുന്ന പ്രോസസ്സ് അത് മാർക്ക് ചെയ്തതിനെ കട്ടുമ്പോൾ നമ്മൾ 1ലെ പ്രഷറിനെയും 1ലെ പ്രഷർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക, 2ലെ പ്രഷർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതേപോലെ കാരണം Y ആക്സിസിൽ നമുക്ക് പ്രഷറാണ്, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പ്രഷർ നമ്മളെ പ്ലോട്ട് ചെയ്യുക. അതിന് 2 നിന്ന് 3ലേക്കുള്ള പ്രോസസ്സ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കണ്ടൻസേഷൻ പ്രോസസ്സ്. 2 നിന്ന് 3ലേക്ക് ഐസോബാറിക് ആയിട്ടാണ് ഹീറ്റ് അറ്റ്മോസ്ഫിയറിലേക്ക് റിജക്റ്റ് ചെയ്യുന്നത്, കണ്ടൻസേഷൻ നടക്കുന്നത്. 2 നിന്ന് 3ലേക്കുള്ള പ്രോസസ്സ് ഞാൻ മാർക്ക് ചെയ്തു. ഇൻ ബിറ്റ്വീൻ ഒരു പോയിന്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ 2 ഡാഷ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. 3 നിന്ന് 4ലേക്കുള്ള പ്രോസസ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ്റെ അകത്ത് എന്താണുള്ളത് കാപ്പിലറി ട്യൂബാണ് ഉണ്ടാവുക, ടർബൈൻ അല്ല എക്സ്പാൻഷൻ നടക്കുക. അപ്പോൾ കാപ്പിലറി ട്യൂബ് ആയതുകൊണ്ട് ഐസെൻട്രോപിക് എക്സ്പാൻഷനാണ് നടക്കുക, അത് പ്രഷർ കുറയുന്നു. അപ്പോൾ ഞാൻ പ്രഷർ കുറച്ച് എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ 3 നിന്ന് 4ലേക്ക് എത്തി. ലാസ്റ്റ് 4 നിന്ന് 1ലേക്ക് നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലുള്ള ഹീറ്റ്, ഭക്ഷണ സാധനത്തിനകത്തുള്ള ഹീറ്റ് വലിച്ചെടുത്ത് അത് തിരിച്ച് 1 എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് തന്നെ എത്തുന്നു. അപ്പോൾ pH ചാർട്ടിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് വരുന്നത് കാണാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഗ്രാഫ് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. അത് R12ൻ്റെ എൻ്റെ കയ്യിലുള്ള ഗ്രാഫാണ് ഞാൻ എനിക്കിപ്പോൾ കാണിക്കാൻ പോകുന്നത്. എൻ്റെ കയ്യിലുള്ള ഗ്രാഫാണ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ വരിക. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത് 90 ഡിഗ്രി. അപ്പം ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞിട്ടുണ്ട് നോക്കുക, അപ്പം ആൻസർ കിട്ടും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ 10, 20, 30, 40 എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ടെമ്പറേച്ചറിൻ്റെ ലൈൻ ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നോക്കിക്കോ.
ഈ 30ൻ്റെ ലൈൻ ഇപ്പം ഞാൻ എടുക്കുകയാണെങ്കിൽ 30 ഇങ്ങനെ വന്നു, താഴത്തേക്ക് വന്നു, ഈ കർവിൻ്റെ ഇവിടെ എൻഡിൽ ടച്ച് ചെയ്തതിന് ശേഷം ആ 30ൻ്റെ ലൈൻ പോകുന്നത് നേരെ മുകളിലോട്ടേക്ക് ഇങ്ങനെ പോയി. ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഞാൻ വരച്ചത്. ഫിഗർ ഇങ്ങനെയൊന്നും എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാവും. ഇതിങ്ങനെ വന്നു, പിന്നെ നേരെ താഴത്തേക്ക്. ഇങ്ങനെയാണ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രോസസ് പോവുക. അപ്പം നമുക്കത് ഇതിൻ്റെ അകത്തേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, നമ്മളെ കയ്യിലുള്ള ഫിഗറിലേക്ക് മാർക്ക് ചെയ്യുകയാണെങ്കിൽ കാണിച്ചുതരാം. ഇപ്പോൾ ഈ ഒരു പോയിന്റിലുള്ള ഇവിടെയാണ് നമുക്ക് തന്നിട്ടുള്ളത് -5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അവിടെ ഇങ്ങനെ വന്നു, ഇതുവഴി ഇങ്ങനെ പോയി ഡയറക്റ്റ് മലേൻ്റെ റൈറ്റ് സൈഡിൽ എത്തുമ്പോൾ നേരെ താഴത്തേക്ക് വരും. ഇതാണ് -5 ഡിഗ്രി സെൽഷ്യസിൻ്റെ ടെമ്പറേച്ചർ ലൈൻ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 4ലും 1ലും ഒക്കെ ഒരേ ടെമ്പറേച്ചറാണ്. കാരണം എന്താ, അവിടെ നടക്കുന്നത് ഈ പോയിന്റ് ലിക്വിഡാണ്, ഏറ്റവും റൈറ്റ് സൈഡിലുള്ള പോയിന്റ് ഗ്യാസ് സ്റ്റേറ്റിലാണ് ഉണ്ടാവുക. അപ്പോൾ ലിക്വിഡ് ടു ഗ്യാസ് എന്ന് പറഞ്ഞ ട്രാൻസ്മിഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അവിടെ ഫേസ് ചേഞ്ച് നടക്കുന്നത് കൊണ്ട് അവിടെ എന്തായിരിക്കും, ടെമ്പറേച്ചർ ഡിഫറൻസ് നമുക്ക് കാണിക്കില്ല. ഓക്കെ, കാരണം ലാറ്റന്റ് ഹീറ്റാണ് അവിടെ ഇതാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടെമ്പറേച്ചർ ഡിഫറൻസ് കാണാൻ പറ്റില്ല. ഇനി അതേപോലെ തന്നെ വേറൊരു കർവ് എടുക്കുന്നു, കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് 3ലുള്ള പോയിന്റിലുള്ള ലൈനാണെന്ന് വെച്ചു. ഇങ്ങനെ 3ന്ന് ഇങ്ങനെ വന്നു, 3ന്ന് 2' വരെ എത്തും. 2ലേക്കല്ല പോവുക, 2' ആണ്, കാരണം അതാണ് റൈറ്റ് സൈഡ് വരുന്നത്. അവിടെ നേരെ താഴത്തേക്ക് വരും. ഇതാണെന്ത്, 40 ഡിഗ്രി സെൽഷ്യസിൻ്റെ ലൈൻ. 2ലെ കേസ് എടുക്കുകയാണെങ്കിൽ 2ൽ ശരിക്കും അങ്ങനെ ആയിട്ടുണ്ടാവും, ഇങ്ങനെ ഏതോ ഒരു പോയിന്റ് വന്നു, ഇവിടത്തേക്ക് വന്ന് ടച്ച് ചെയ്തു, ഇങ്ങനെ പോകും. അതിൻ്റെ ടെമ്പറേച്ചർ നമുക്കറിയില്ല, അതൊരു ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് വിചാരിച്ചു. ആ ടെമ്പറേച്ചർ എത്രയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് നമ്മളെ പ്രോബ്ലത്തിലേക്ക് പോകാനുള്ള. അപ്പോൾ നമുക്ക് 1ലെ പോയിന്റും 2' 3യും 4ഉം നമുക്ക് 3യും കണ്ടുപിടിക്കാൻ പറ്റും. 1'ഉം 2'ഉം 3യും നമുക്ക് നമ്മളെ സാച്ചുറേഷൻ കർവ് തന്നെയുള്ള പോയിന്റ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, എന്താൽപ്പി നമുക്ക് അതിൻ്റെ ഡയറക്റ്റ് എഴുതാം. എങ്ങനെ ഇപ്പോൾ എഴുതാം നോക്കാം. അതിന് വേണ്ടി ഞാൻ ടേബിൾ വരച്ച് വെച്ചിട്ടുണ്ട്. 40 ഡിഗ്രി സെൽഷ്യസിലും 5 ഡിഗ്രി സെൽഷ്യസിലും ഗ്രാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അവിടെ HFഉം HGയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 1 എന്ന് പറഞ്ഞ പോയിന്റ് എത്ര ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്, -5 ഡിഗ്രി സെൽഷ്യസിലാണുള്ളത്. നിങ്ങൾ ചാർട്ടിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റില്ല, -5 എന്ന് പറഞ്ഞ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. -4ഉം -6ഉം ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ആണ് -5 വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്റർപോളേഷൻ മെത്തേഡ് വെച്ചിട്ട് വേണം -5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ -5ന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് HF, ഫ്ലൂയിഡ് എന്താൽപ്പിയും ഗ്യാഷ്യസ് എന്താൽപ്പിയും എനിക്ക് കിട്ടിയിട്ടുണ്ട്, എഴുതി വെച്ചു. അതേപോലെ തന്നെ 40 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HFഉം HGയും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഇവിടെ 1ലുള്ള H1 എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും, ക്വസ്റ്റ്യനിൽ നോക്കാം. ഇവിടെ H1 എന്ന് പറയുന്നത് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാഷ്യസ് സ്റ്റേറ്റ്, ഏത് -5 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് H ഓഫ് ഗ്യാസ് അറ്റ് -5 ഡിഗ്രി സെൽഷ്യസ്. അതെനിക്ക് അറിയുന്നതാണ്. ആ വാല്യൂ ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടും. ഞാൻ ടേബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്, 185.37 കിലോ ജൂൾ പെർ കിലോഗ്രാം. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കിട്ടുക. കിലോ ജൂൾ പെർ കിലോഗ്രാം. H1 എനിക്ക് കിട്ടി. എനിക്ക് H2 കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം അത് മലേൻ്റെ റൈറ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ ഏതൊരു പോയിന്റ് ആണ് അതെനിക്കറിയില്ല, അത് അവിടെ കിടക്കട്ടെ. പക്ഷെ എനിക്ക് H2' വേണമെങ്കിൽ കണ്ടുപിടിക്കാം. H2' എന്ന് പറയുന്നത് എത്രയായിരിക്കും, H ഓഫ് ഗ്യാസ് 2' എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ്. H ഓഫ് ഗ്യാസ് അറ്റ് അവിടെയുള്ള ടെമ്പറേച്ചർ എത്രയാണ്, 40 ഡിഗ്രി സെൽഷ്യസ്. 40 ഡിഗ്രി സെൽഷ്യസിലുള്ള HG നോക്കുക. എനിക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടും 2' വരുന്നത് ഓൾമോസ്റ്റ് H2' വരുന്നത് 203.20 കിലോ ജൂൾ പെർ കിലോഗ്രാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ഞാൻ എടുക്കുകയാണെങ്കിൽ H3 എടുക്കാമെന്ന് വിചാരിച്ചു.
H3 is equal to എനിക്ക് കിട്ടും. H3 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റാണ് H3 എന്ന് പറയുന്നത്. അവിടെ എന്താ ഫ്ലൂയിഡ് എന്താൽപ്പിയാണ് നോക്കേണ്ടത്. എത്ര ഡിഗ്രി സെൽഷ്യസിലുള്ള 40 ഡിഗ്രി സെൽഷ്യസിൽ, അതായത് HF അറ്റ് 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ നോക്കുന്നത്. ആ ടേബിളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് വാല്യൂ എത്രയാണ്. H3ൻ്റെ വാല്യൂ വരുന്നത് 74.59 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. അതേപോലെ തന്നെ H3 എനിക്ക് കിട്ടി. H4 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? H3 തന്നെയല്ലേ, കാരണം ഐസെൻതാൽപിക് പ്രോസസ് ആണല്ലോ, എൻതാൽപി കോൺസ്റ്റന്റ് ആണല്ലോ. ഇസ് ഈക്വൽ ടു എത്ര? 74.59 കിലോ ജൂൾ പെർ കിലോഗ്രാം തന്നെയാണ്. അപ്പോൾ എനിക്ക് ബാക്കിയെല്ലാം കിട്ടി. H2 മാത്രമേ എനിക്ക് കിട്ടിയിട്ടില്ല അല്ലേ. H2 എന്ന് പറഞ്ഞ പോയിന്റിലുള്ള എൻതാൽപ്പി മാത്രം എനിക്ക് കിട്ടിയിട്ടില്ല. H2ൽ എൻതാൽപ്പി ഞാൻ ഇനി എങ്ങനെ കണ്ടുപിടിക്കാം? H2ലുള്ള എൻതാൽപ്പിയാണ് എനിക്ക് കിട്ടാനുള്ളത്. H2ലെ എൻതാൽപ്പി എനിക്ക് ഒന്നുകിൽ ഗ്രാഫിക്കലായിട്ട് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഗ്രാഫിക്കൽ മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ R12ൻ്റെ ചാർട്ട് എടുക്കുക. നമ്മളെ ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചു തന്ന ചാർട്ട് എടുക്കുക. അവിടെ നമ്മൾ ഈ കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ മാർക്ക് ചെയ്തിട്ട് ഈ പ്രോസസ്സൊക്കെ അവിടെ ചിത്രം വരച്ച് വെക്കുക. ഓക്കെ, സിമ്പിളാണ്. നമുക്ക് 3യും 2' ഒക്കെ അതിൻ്റെ അകത്ത് വരക്കാം. അത് കുറച്ച് നീട്ടി വരക്കുക. അതേപോലെ തന്നെ 1ന്ന് ഐസെൻട്രോപിക് ലൈന് നമുക്ക് വരക്കാൻ പറ്റും. ഈ രണ്ടും കൂടി കൂടിച്ചേരുന്ന ഭാഗമായിരിക്കും 2 എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയൊക്കെ നമുക്ക് സ്ട്രെയിറ്റ് പെൻസിൽ വെച്ചിട്ട് അവിടെ വരക്കുക. പരമാവധി സ്കെയിലും പെൻസിലും യൂസ് ചെയ്തിട്ട് തന്നെ വരക്കുക. അപ്പോൾ എനിക്ക് 2ൻ്റെ അകത്തുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇവിടുത്തെ H വാല്യൂ കിട്ടും. H2 എത്രയാണെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുന്ന് താഴത്തുനിന്ന് ലൈനിൽ നിന്ന് എടുത്തെഴുതാൻ പറ്റും. അങ്ങനെ എനിക്ക് H2ൻ്റെ വാല്യൂ കിട്ടിയതാണ്. H2 is equal to, ഞാൻ ഗ്രാഫ് വരച്ചെടുത്ത് എനിക്ക് കിട്ടിയ വാല്യൂ ആണ് H2ൻ്റെ. മനസ്സിലാക്കി എടുക്കുക. ഞാൻ ഗ്രാഫ് വരച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. 211 കിലോ ജൂൾ പെർ കിലോഗ്രാം. ഞാൻ അവിടെ പോയിന്റ് ഒന്നും എഴുതിയിട്ടില്ല, കാരണം ഗ്രാഫിൽ നമുക്ക് കറക്റ്റ് പോയിന്റ് ഒന്നും എത്രയാണെന്ന്, പോയിന്റ് വാല്യൂസ് എത്രയാണെന്ന് മനസ്സിലാവില്ല. അത് 211.20 ആണോ 59 ആണോ അങ്ങനെയൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ മാത്രം എഴുതാം, കാരണം ഇത് നമുക്ക് റൗണ്ട് ഫിഗർ മതി. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം വരുന്നത് COP കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. COP എന്ന് വെച്ചാൽ നമുക്കറിയാം Q അബ്സോർബ്ഡ് ഡിവൈഡ് ബൈ വർക്ക് ഡൺ ആണ്. അതായത് നമുക്ക് വേണ്ട സാധനം Q അബ്സോർപ്ഷൻ ആണ്, നമ്മൾ ആവശ്യമുള്ള സാധനം. ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് നമ്മൾ കൊടുത്തത് വർക്ക് ഡൺ ആണ്. Q അബ്സോർബ്ഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം M ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു H1 മൈനസ് H4. എവിടെയാണ് റെഫ്രിജറന്റ് ഹീറ്റ് നമ്മുടെ ഭക്ഷണ സാധനത്തിൻ്റെ അകത്ത് നിന്ന് വലിച്ചെടുക്കുന്നത് 4 1ലേക്കുള്ള പ്രോസസ്സിൽ. അതുകൊണ്ട് H1 മൈനസ് H4 ഡിവൈഡ് ബൈ വർക്ക് ഡൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ M ഇൻറ്റു നമുക്ക് വർക്ക് നമ്മളെ കംപ്രസർ വർക്ക് ചെയ്യുന്നത് H2 H1 മൈനസ് ചെയ്താൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് മാസം ക്യാൻസൽ ചെയ്ത് പോക്കാം. എത്ര കിട്ടും? H1ൻ്റെ വാല്യൂ എനിക്കറിയാം 185.37 മൈനസ് H4ൻ്റെ വാല്യൂ 74.59 ഡിവൈഡഡ് ബൈ H2ൻ്റെ വാല്യൂ 211 മൈനസ് 185.37. ഇത് സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര ഉത്തരം കിട്ടും? 4.32 എന്ന് പറഞ്ഞ വാല്യൂ എനിക്ക് COP ആയിട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. COP കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത് മാസ് ഫ്ലോ റേറ്റ്, അതായത് M എത്രയാണെന്ന് കണ്ടുപിടിക്കണം. മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്ത്? Q അബ്സോർബ്ഡ് എന്ന് പറഞ്ഞ സാധനം. ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല മാസ് ഫ്ലോ റേറ്റ്. അതിന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് അറിയുന്നതെന്ന് വെച്ചാൽ Q അബ്സോർബ്ഡ് ഇസ് ഈക്വൽ ടു എന്താണ്? M ഇൻറ്റു അറിയുന്നതാണ് H1 മൈനസ് H4. 4 എന്ന് 1ലേക്കുള്ള പ്രോസസ്സിലാണ് Q അബ്സോർബ് ചെയ്യുന്നത്. Q അബ്സോർബ്ഡ് എനിക്ക് തന്നിട്ടുണ്ട് 5 ടണ്ണാണ്. 5 ടൺ ഇൻറ്റു 3.5 ചെയ്താൽ എനിക്ക് കിലോ വാട്ടിലേക്ക് മാറി. ഇസ് ഈക്വൽ ടു M ഇൻറ്റു H1 എനിക്കറിയാം. H1 വരുന്നത് 185.37 ആണ്. മൈനസ് H4 എനിക്കറിയാം 74.59 ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്ക് M ഇസ് ഈക്വൽ ടു എത്ര കിട്ടും?
ഈക്വേഷൻ സോൾവ് ചെയ്യുന്നതിനായിട്ട് എനിക്ക് 0.158 കിലോഗ്രാം, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് പെർ സെക്കൻഡ്, കാരണം മാസ് ഫ്ലോ റേറ്റ് ആണ്. എനിക്ക് റെഫ്രിജറൻറ്റിൻ്റെ മാസ് ഫ്ലോ റേറ്റ് കിട്ടി. ഇനി നെക്സ്റ്റ് എന്നോട് ചോദിച്ചിട്ടുള്ളത് വർക്ക് ഡൺ അല്ലെ പവർ ഇൻപുട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. പവർ അല്ലെങ്കിൽ വർക്ക് ഡൺ എത്രയാണ്? പവർ അല്ലെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഒന്നിക്കലും നമുക്ക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാം. ഇക്വേഷൻ എന്തായിരുന്നു? എം ഇൻറ്റു വർക്ക് ഡൺ ചെയ്യുന്നത് H2 മൈനസ് H1 ആണ്. ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ അറിയാം 0.158 ആണ്. ഇൻറ്റു H2ൻ്റെ വാല്യൂ എനിക്കറിയാം 211 ആണ്. മൈനസ് H1ൻ്റെ വാല്യൂ 185.37 ആണ്. ഈക്വൽ ടു എനിക്ക് വാല്യൂ കിട്ടും 4.049 കിലോ വാട്ട്. ഒന്നുകിൽ ഇങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെങ്കിലോ നമുക്കിപ്പോൾ COP അറിയാലോ. COP is equal to Q absorbed divided by work done ആണെന്നറിയാം. അത് സിംപ്ലൈസ്. അതായത് COP എനിക്ക് എത്രയായിരുന്നു കിട്ടിയത്? COP എനിക്ക് വാല്യൂ കിട്ടിയത് 4.32 ആയിരുന്നു. ഈക്വൽ ടു Q absorbedൻ്റെ വാല്യൂ എനിക്കറിയാം. എങ്ങനെയാണ് Q absorbedൻ്റെ വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ M ഇൻറ്റു Q absorbed എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5 ടൺ ആണ്. 5 ഇൻറ്റു 3.5 ഡിവൈഡഡ് ബൈ വർക്ക് ഡൺ ആണ്. സിംപ്ലൈസ് വർക്ക് ഡൺ എനിക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാമല്ലോ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ അവിടെ. ഇത് സെയിം വാല്യൂ തന്നെയാണ് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് കഴിഞ്ഞു. ഇനിയാണ് നമ്മളെ ലാസ്റ്റ് പോയിന്റിലേക്ക് വരുന്നത്. അതാണ് കുറച്ച് പണിയുള്ളത്. നാലാമത്തെ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഫോർത്ത് പോയിന്റ് ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത് അവിടെ നമുക്ക് നോക്കാം. നാലാമത് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് ബോർ ഓഫ് ദ കംപ്രസറിൻ്റെ ബോർ, അതായത് ഡയമീറ്റർ. കംപ്രസർ നമുക്ക് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബോർ, റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൻ്റെ ആ ഒരു പിസ്റ്റൻ്റെ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അത് വർക്ക് ചെയ്യുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 3000 RPM ആണ്. നമ്പർ ഓഫ് സിലിണ്ടർ, 2 സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സ്ട്രോക്ക് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 100 മില്ലിമീറ്റർ ആണ്. അപ്പോൾ നമുക്കറിയുന്നൊരു കാര്യം ഞാൻ വരച്ചുതരാം. നമുക്കറിയുന്നൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കാം. സിലിണ്ടർ ആണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള ഇതിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ സ്ട്രോക്ക് ലെങ്ത് തന്നിട്ടുണ്ട്, സിലിണ്ടറിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 100 മില്ലിമീറ്റർ. സ്പീഡ് തന്നിട്ടുണ്ട് N is equal to 3000 RPM. അതേപോലെ തന്നെ നമ്പർ ഓഫ് സിലിണ്ടർ തന്നതെന്ന് വെച്ചാൽ എത്രയാണ്? 2 എണ്ണം ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷനിലേക്ക് ഞാൻ പോവാണ്. എന്ന് വെച്ചാൽ സെപ്റ്റ് വോളിയം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സെപ്റ്റ് വോളിയം ഇസ് ഈക്വൽ ടു അതാണ് V1, ക്യാപിറ്റൽ ലെറ്റർ V1. നമ്മളെ സെക്ഷൻ്റെ അവിടെയുള്ള വോളിയം എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ സ്പെസിഫിക് വോളിയം അതേ പോയിന്റിലുള്ള V1 സ്പെസിഫിക് വോളിയം എടുത്തിട്ട് മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. കാരണം എന്താ? സ്പെസിഫിക് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്പെസിഫിക് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം ബൈ മാസ് ആണ്. ഇൻറ്റു മാസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തിനെ കിട്ടുക? നമുക്ക് അവിടെയുള്ള ഒറിജിനൽ വോളിയം കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പെസിഫിക് വോളിയം ഇൻറ്റു M എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് സ്മോൾ ലെറ്റർ V1 ഇൻറ്റു M. V1 എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഒന്നുകിൽ ടേബിൾ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അതായത് -5 ഡിഗ്രി സെൽഷ്യസിൽ വരുന്ന V1 സ്പെസിഫിക് വോളിയത്തിൻ്റെ വാല്യൂ എത്രയാണ്, അല്ലെങ്കിൽ ചാർട്ടിൽ നോക്കിയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ എനിക്ക് V1 വരുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.651 ആണ്. ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് എനിക്കറിയാം 0.158 ആണ്. ഇത് വെച്ചിട്ട് കണ്ടുപിടിക്കാം, എനിക്ക് V1 കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ വേറൊരു പ്രശ്നം തന്നിട്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ
2 സിലിണ്ടർ ഉണ്ട്, അത് വർക്ക് ചെയ്യുന്ന RPM ഒക്കെ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സ്വെപ്റ്റ് വോളിയം ഇതാണെന്ന് അറിയാം. പക്ഷേങ്കിൽ നമുക്ക് സ്പീഡും നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ഒക്കെ തന്നതുകൊണ്ട് തന്നെ സ്വെപ്റ്റ് വോളിയം VS അല്ലെങ്കിൽ V1 is equal to എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് വെച്ചാൽ നമ്മളെ സ്മോൾ ലെറ്റർ V1 ഇൻറ്റു മാസ് ഡിവൈഡഡ് ബൈ, ഇത് മാത്രം പോരാ, ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് എഫിഷ്യൻസി ഇൻറ്റു സ്പീഡ് ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് നോക്കാം. നമുക്ക് 0.651 ആണ് V1. അതായത് V1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് 1 എന്ന് പറഞ്ഞ പോയിന്റ് ഗ്യാസ് സ്റ്റേറ്റിലാണുള്ളത്. ഗ്യാസ് അറ്റ് -5 ഡിഗ്രി സെൽഷ്യസ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് എനിക്കറിയാം 0.158 ഡിവൈഡ് ബൈ വോളിയോമെട്രിക് എഫിഷ്യൻസി എനിക്ക് തന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ 1 ആയിട്ട് എടുത്തു. ഓക്കെ, അത് 100% ആണ്, അത് 1 ആയിട്ട് എടുത്തു. ഇൻറ്റു സ്പീഡ് എനിക്ക് തന്നിട്ടുണ്ട് 3000 RPM-ലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ 3000 ഡിവൈഡ് ബൈ 60 ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ എനിക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2. ഓക്കെ, അപ്പോൾ ഇതാണ് സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് പമ്പ്. ഇതിൻ്റെ സിംഗിൾ ആക്ടിങ് റെസിപ്രോക്കേറ്റിംഗ് ആണെങ്കിൽ നമ്മൾ ഇതാണ് ഇക്വേഷൻ. ഇനി ഇൻ കേസ് ഡബിൾ ആക്ടിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ട് കൂടെ ഇടേണ്ടി വരും. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ, ഇത് നമുക്ക് സിംഗിൾ ആക്ടിങ് ആണ്. ഡബിൾ ആക്ടിങ് ആണെങ്കിൽ സ്പെസിഫിക് ആയിട്ട് തരും. അപ്പോൾ ഇൻറ്റു 2 ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. തൽക്കാലം നമുക്ക് ഇൻറ്റു 1 നോക്കിക്കോളും, കാരണം സിംഗിൾ ആക്ടിങ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇക്വേഷൻ്റെ അകത്ത് കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. ഇതെന്ന് വെച്ചാൽ എന്താണ്? സ്വെപ്റ്റ് വോളിയമാണ്. അതിനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അത് സ്വെപ്റ്റ് വോളിയം VS is equal to എനിക്കിപ്പം കിട്ടിയ ഇക്വേഷനാണ്. ഓക്കെ, പക്ഷേ നമുക്കറിയാം VS is equal സ്വെപ്റ്റ് വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ π/4 d² ഇൻറ്റു L. അതായത് ഒരു സിലിണ്ടറിൻ്റെ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ π/4 d² ഇൻറ്റു L ആണ്. ഇതാണ് എനിക്ക് എന്ത് കിട്ടിയത്? ഇതാണ് എനിക്കിപ്പം കിട്ടിയ ആൻസർ. 0.651 ഇൻറ്റു 0.158 ഡിവൈഡഡ് ബൈ വോളിയോമെട്രിക് എഫിഷ്യൻസി 1 ആയിരുന്നു, ഇൻറ്റു നമ്മളെ സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 RPM ആയിരുന്നു. 100 ഡിവൈഡ് ബൈ 60 കൊടുത്തു, ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടർ 2 ഇൻറ്റു എനിക്ക് സിംഗിൾ ആക്ടിങ് ആണ്, അതുകൊണ്ട് ഞാൻ 1 കൊടുത്തു. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. എല്ലിൻ്റെ വാല്യൂ എനിക്കറിയാം. എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? എല്ലിൻ്റെ വാല്യൂ വരുന്നത് 100 മില്ലിമീറ്ററാണ്. ഞാൻ തൽക്കാലം മീറ്ററിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.1 മീറ്ററാണ്. വിച്ച് ഇസ് ഈക്വൽ ടു, അതിൻ്റെ അകത്ത് എനിക്കറിയാത്തത് d² അറിയില്ല, ബാക്കിയൊക്കെ വാല്യൂസ് എനിക്ക് അറിയുന്നതാണ്. അപ്പം d² ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? 0.013 ആയിട്ട് കിട്ടും. അതായത് d ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0.114 മീറ്റർ. കാരണം ഞാൻ 100-നെ ഞാൻ ഇവിടെ മാറ്റിയിട്ടുണ്ട്, 0.1 ആക്കിയിട്ടുണ്ട്, മീറ്റർ റീഡിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയ ആൻസർ എന്താണ്? 0.114 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് ബോർ എന്ന് പറയുന്നത്. ബോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയമീറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് RPM-ഉം ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു, എത്ര സിലിണ്ടർ ഉണ്ട് എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്ത് പഠിക്കുക. ഗ്രാഫ് നിങ്ങൾ വരച്ചിട്ടുണ്ടെന്ന് നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഗ്രാഫ് ഉണ്ടാവും, ടേബിളിൻ്റെ അകത്ത് നോക്കിയിട്ട് ഗ്രാഫിൻ്റെ അകത്ത് ഈ കറസ്പോണ്ടിങ് വാല്യൂസ് ഒക്കെ ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേ വാല്യൂസ് തന്നെ ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ശരി, എന്നാൽ താങ്ക്സ്.